ഓം സാईശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സാईശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സാईश्वराय വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. രാധാമണി വായിച്ചോളൂ കേട്ടോ. സായിരാം. ഓം ഓൺ ശ്രീ ചെയ്യൂ. സായിരാം. വീഡിയോ ഓൺ ചെയ്യണം. ശരി, ഒന്നും കൂടെ കുറച്ച് പൊങ്ങിയിരിക്കും കേട്ടോ, കുറച്ചും കൂടെ പൊങ്ങിയിരിക്കും. സായിരാം. ഓക്കെ അല്ലേ മാം? ശരിയാണ്, കുറച്ചും കൂടെ ഒന്നും കൂടെ പൊങ്ങി സ്റ്റഡി ആയിട്ടിരിക്കും. ഓക്കെ. ശരി സായിരാം. ഓം ശ്രീ സായിരാം. സ്വാമിയുടെ സത്യസായി വാണി 11-ാം ഭാഗം 11-ാം ഭാഗത്തിലെ 25-ാമത്തെ ഭാഗമാണ് ഞാൻ വായിക്കുന്നത്. സത്യസായി വാണി വായിക്കണമെന്ന് കരുതി ബുക്കുകൾ തിരഞ്ഞപ്പോൾ 11-ാം ഭാഗമാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. അത് പകുത്തെടുത്തപ്പോൾ എനിക്ക് കിട്ടിയ ഭാഗം 25-ാമത്തേതായിരുന്നു. അതിൻ്റെ ഹെഡിങ് ഞാൻ ആരാണ് എന്നുള്ളതാണ്. മനുഷ്യനായി ജനിക്കുക എന്നത് തന്നെ ഒരു മഹാഭാഗ്യമാണ്. അമൂല്യമായ ആത്മീയ സാധനകളുടെ പൈതൃകമുള്ള ഭാരതത്തിൽ ജനിക്കുക എന്നത് നിങ്ങൾക്ക് തീർച്ചയായും കൃതജ്ഞത തോന്നേണ്ട ഒരു അനുഗ്രഹം തന്നെയാണ്. ഇന്ന് നിങ്ങൾ അഭിമാനിക്കുന്ന ഈ പൈതൃകം കെട്ടിപ്പടുത്തുയർത്തിയ ഭാരതത്തിലെ മുനിവര്യന്മാർ യുഗങ്ങളായി ഊന്നൽ നൽകിയിരിക്കുന്നത് 4 വിധത്തിലുള്ള അന്വേഷണങ്ങൾക്കാണ്. അവ ഇതാണ്: ദേഹം, നാഹം, കോഹം, സോഹം. ആദ്യമായി നിങ്ങളെ അടക്കിയിരിക്കുന്ന, നിങ്ങൾ വസിക്കുന്ന ഈ ശരീരം, അതിനെ അർത്ഥവത്തായി തന്നെ ദേഹം എന്ന് വിളിക്കുന്നു. എന്തെന്നാൽ കത്തിച്ചു കളയുവാൻ ഉപയുക്തമായ വസ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. എങ്ങനെയാണ് ആർക്കെങ്കിലും ഈ നശ്വരമായ നിസ്സാര വസ്തുവിനോട് മമത തോന്നുവാൻ സാധിക്കുന്നത്? അത് വളർച്ചയ്ക്കും നാശത്തിനും അധീനമാണ്. അത് പുഴുക്കളുടെയും രോഗാണുക്കളുടെയും സങ്കേതമാണ്. മാലിന്യത്തിൻ്റെയും രോഗത്തിൻ്റെയും സങ്കേതമാണ്. അത് പ്രേരണകൾക്കും വികാരങ്ങൾക്കും വശംവദമാകുന്നതാണ്. അത് രോഗത്തിൻ്റെയും അശാന്തിയുടെയും ഭയത്തിൻ്റെയും ഇരിപ്പിടമാണ്. അതിൻ്റെ സംരക്ഷണത്തിനും രോഗനിവാരണത്തിനുമായി നിങ്ങളെ പൂർണ്ണമായും നിക്ഷേപിക്കുവാൻ നിങ്ങളെ വശീകരിക്കുന്നു. അത് അതിൻ്റെ കെട്ടുകളിൽ നിങ്ങളെ ഇത്രമാത്രം കുരുക്കിയിട്ട് നിങ്ങൾ ആണ് അതിൻ്റെ യഥാർത്ഥ യജമാനൻ എന്ന വസ്തുത വിസ്മരിക്കുന്നു. നിങ്ങൾ ഓഫീസിലേക്ക് ഓടിച്ചു കൊണ്ടുപോകുന്ന വാഹനത്തിൻ്റെയും ഓഫീസിൽ നിന്നും തിരികെ എത്തുന്ന ഭവനത്തിൻ്റെയും യജമാനൻ നിങ്ങൾ ആണെന്നതുപോലെ നിങ്ങളുടെ ശരീരത്തിൻ്റെ യജമാനനും നിങ്ങൾ തന്നെ. നിങ്ങൾ ദേഹത്തിൻ്റെ നശ്വരതയിലേക്ക് ചുഴിഞ്ഞിറങ്ങി കഴിയുമ്പോൾ അടുത്ത ആശയത്തിൽ വേരുറപ്പിച്ചു കഴിഞ്ഞിരിക്കും. നേഹം, ഞാനാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയ ശരീരമല്ല ഞാൻ. നാഹം എന്നാൽ ഞാനല്ല. ദേഹം എന്നാൽ നാഹം. ദേഹം ഞാനല്ല, ഞാൻ ഉടമസ്ഥനാണ്. താൽക്കാലികമായി ഉപയോഗിക്കുന്ന ആളാണ്. ഉപകരണങ്ങളില്ലെങ്കിൽ ഉപകരണങ്ങളുടെ ഒരു കെട്ടിൽ അധിവസിക്കുന്നയാൾ, അതുമാത്രമാണ്. മനുഷ്യൻ ഈശ്വരന്റെ ഒരു സ്ഫുലിംഗമാണ്. ആളുകൾ മറ്റുള്ളവരോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നു, നിങ്ങൾ ആരാണ്? എന്താണ് നിങ്ങളുടെ പേര്? നിങ്ങൾ എവിടെ നിന്നും വരുന്നു? നിങ്ങൾ എവിടേക്ക് പോകുന്നു? പക്ഷേ അവർ അവരോട് തന്നെ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അപൂർവമാണ്. അല്ലെങ്കിൽ ഈ രഹസ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് അപൂർവമാണ്. നിങ്ങൾക്ക് ആ ദാഹം, അതായത് തീക്ഷ്ണത തോന്നുമ്പോൾ നിങ്ങൾ കോഹം എന്ന അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. കോഹം എന്നാൽ ഞാൻ ആരാണ് എന്നാണ്. ചിലർ പറയുന്നു ഞാൻ ഉത്കൃഷ്ടമായി പരിണമിച്ച ഒരു കുരങ്ങനാണ് എന്ന്. മറ്റു ചിലർ
ഞാൻ കൂട്ടിച്ചേർക്കപ്പെട്ട രാസവസ്തുക്കളാണ് എന്ന് പറയുന്നു. ഞാൻ ജീവിത പരിധിയുള്ള ഒരു യന്ത്രമാണ്. ഞാൻ ജനനത്തിൽ തുടങ്ങുകയും മരണത്തിൽ അവസാനിക്കുകയും ചെയ്യുന്നു എന്ന് ചിലർ പറയുന്നു. ഞാൻ നിത്യനായ അസ്തിത്വമാണ്, ഇത് ഭൂമിയിൽ എൻ്റെ ഒരു പ്രവാസമാണ് എന്ന് മറ്റു ചിലർ പറയുന്നു. ഞാൻ എന്നത് അജ്ഞാനം അടിച്ചേൽപ്പിക്കുന്ന തെറ്റായ ഒരു പരിധിയാണ്. ഞാൻ സമുദ്രത്തിലെ തിരമാലയാണ്, അതുകൊണ്ട് ഞാൻ സമുദ്രം തന്നെയാണ് എന്ന് ചിലർ പ്രഖ്യാപിക്കുന്നു. ഒടുവിൽ പറഞ്ഞ കൂട്ടർ പ്രഖ്യാപിക്കുന്നത് ഞാൻ എന്നതാണ് സോഹം എന്നാണ്. ഞാൻ അവനാകുന്നു. അവൻ എന്നാൽ നിത്യനായ പ്രാപഞ്ചികമായ പരമതത്വം, ബ്രഹ്മൻ, സീമാതീതൻ, ആദിയില്ലാത്തവൻ, അന്ത്യമില്ലാത്തവനുമായ അസ്തിത്വം. ആ പ്രത്യക്ഷ പ്രമാണത്തെ ധ്യാനിക്കുകയും അത് ഒരാളുടെ ആഴമേറിയ അനുഭവമാക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യന് പരമോന്നതമായ ആനന്ദം ലഭ്യമാകുന്നു. അത് അയാൾ ഏത് ആത്മനിൽ നിന്നും സ്ഥാനം മാറ്റപ്പെടുമെന്ന് വിചാരിച്ചിരുന്നുവോ ആ ആത്മനിൽ ലയിക്കുന്നതിൽ നിന്നുളവാകുന്ന ആനന്ദമാണ്. മനുഷ്യൻ ഈശ്വരന്റെ ഒരു സ്ഫുലിംഗമാണ്. ഈശ്വരൻ അവന്റെ ഓരോ പ്രവർത്തനത്തിലും പ്രത്യക്ഷമായിരിക്കണം. പ്രവർത്തനം അഥവാ കർമ്മം അവന്റെ വിധിയാണ്. അവന് ശാരീരിക പ്രവർത്തനമായ ശ്വാസോച്ഛ്വാസമോ മാനസിക പ്രവർത്തനമായ ചിന്തയോ കൂടാതെ ജീവിക്കുവാൻ സാധിക്കുകയില്ല. ഓരോ ശ്വാസത്തിലും അവൻ സോഹം എന്ന അനുഭവം ശ്വസിക്കണം. ഓരോ ചിന്തയിലും അവൻ തൻ്റെ ദൈവീക ബന്ധം പ്രകടമാക്കുകയും അനുഭവിക്കുകയും വേണം. ഈശ്വരൻ പ്രേമമാണ്. പ്രേമമാണ് മനുഷ്യന് വളർത്തുവാനും അവ സ്വയം നൽകുവാനും കഴിയുന്ന ദൈവികമായ സ്വഭാവവിശേഷം. പ്രേമത്തിൽ ജനിക്കുക, പ്രേമത്തിൽ മരിക്കുക, പ്രേമത്തിൽ ജീവിക്കുക, അതായത് ഈശ്വരനിൽ നിന്ന് ഉത്ഭവിക്കുക, ഈശ്വരനിൽ ലയിക്കുക, പ്രേമസാഗരത്തിലെ തിരമാലയായി തീരുക. നിങ്ങൾ മരിക്കുവാൻ പാടില്ല. നിങ്ങൾ ലയിക്കുകയും സ്വയം പൂർണ്ണത നേടുകയും ചെയ്യണം. അതാണ് നിയതി അഥവാ നിയോഗം. അതാണ് ലക്ഷ്യസ്ഥാനം. നിങ്ങൾക്ക് ഒരു നാമവും പരിധി നിർണയിക്കുന്നില്ല. ഒരു ശിശു ജനിക്കുമ്പോൾ അതിനുമേൽ ഒരു നാമവും ഒട്ടിച്ചു വെച്ചിട്ടില്ല. നാമം പിന്നീട് നൽകുന്ന മേൽവിലാസമാണ്. അത് സാമൂഹ്യമായ സൗകര്യത്തിനു വേണ്ടി നൽകപ്പെടുന്നതാണ്. പക്ഷേ നിങ്ങൾ സ്വയം ആ മേൽവിലാസവുമായി താതാത്മ്യം പ്രാപിക്കുവാൻ ശ്രമിക്കുന്നു. നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ നാമം നൽകിക്കൊണ്ട് നിങ്ങൾ ഉത്തരം പറയുന്നു. ഈ നാമം വിയോജിപ്പിക്കുകയും തിരിച്ചറിയിപ്പിക്കുകയും ചെയ്യുന്നു. അത് ഭാഷ, മതം, ജാതി, വർഗം തുടങ്ങിയ വിഭജനീയ സ്വഭാവങ്ങളെ പ്രഖ്യാപിക്കുന്നു. ഒരു വ്യക്തിയുടെ നാമത്തിനപ്പുറം പോവുക, വ്യക്തിയുടെ അപ്പുറത്തുള്ള ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈശ്വരനിലേക്ക് പോവുക. അപ്പോൾ ബന്ധുത്വത്തെക്കുറിച്ച് ബോധമുണ്ടാവുകയും പ്രേമം മുന്നോട്ട് പ്രവഹിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആരിൽ നിന്നോ നേടിയതും കൈവശം വെച്ചിരിക്കുന്നതുമായ കാലത്തെ ദുരിതമനുഭവിക്കുന്ന മറ്റുള്ളവരുടെ സേവനത്തിനായി ചെലവാക്കുക. പ്രേമം ഈ വിധത്തിലുള്ള സേവനത്തിലാണ് വളരുന്നത്. സേവനമാണ് ഈശ്വര ആരാധനയുടെ ഏറ്റവും ആത്മാർത്ഥമായ രൂപം. സായിരാം. സായിരാം, ഇനി നിങ്ങളുടെ അനുഭവം വിവരിക്കുക. സായിരാം, ഭജനയാണ് മോൻ ചൊല്ലുന്നത്. അവന് പെട്ടെന്ന് റിലീവ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് സായിരാം കഴിഞ്ഞിട്ട് പറഞ്ഞു. സായിരാം. ഓം ശ്രീ സായിരാം. എൻ്റെ പേര് നിഖിൽനാഥ്. ഞാന് ഇവിടെ ഒരു കാടാമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത്, മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴയില് ഇവിടെ ഒരു സഫ എന്ന് പറയുന്ന ഓർത്തോ ഹോസ്പിറ്റലില് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യാണ്. ഇപ്പോ അമ്മ എന്നോട് പറഞ്ഞിരുന്നു 24-ാം തീയതി ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, നീ പറ്റുമെങ്കിൽ ഒന്ന് ലീവ് എടുത്തുണ്ടാവണമെന്ന്. പക്ഷേ യാദർശികം എനിക്ക് അതിന് ലീവ് എടുക്കാൻ കഴിഞ്ഞില്ല. എന്റെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർക്ക് ഇന്ന് വേറെ അത്യാവശ്യമായിട്ട് അവരുടെ കല്യാണത്തിന്റെ ഭാഗമായിട്ടൊക്കെ മാറി നിൽക്കേണ്ടി വന്നു. അപ്പോൾ സ്വാമിയുടെ ഇച്ഛ എങ്ങനെയായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഇന്ന് എല്ലാവരുടെയും കൂടെ ചേരാൻ കഴിഞ്ഞതിന്റെ സന്തോഷം. ഇന്ന് ഒരു ഭജൻ ചൊല്ലാന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. സന്തോഷം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പേഷ്യൻസ് ഒന്നും ഇല്ല, എന്തായാലും കുറച്ച് തിരക്കൊഴിഞ്ഞൊരു സമയമാണ്. അപ്പോ ഒരു ഭജന എല്ലാവരുടെയും കൂടെ ചൊല്ലാം എന്ന് കരുതുന്നു. ഇപ്പോ നേരത്തെ വാണി വായിച്ചത് എൻ്റെ അമ്മയാണ്. അപ്പോ ഞാൻ എൻ്റെ ഭജന ചൊല്ലിയിട്ട് ബാക്കി ഡ്യൂട്ടിയിലേക്ക് പോവാന്ന് കരുതുകയാണ്. അത് കഴിഞ്ഞിട്ട് അമ്മ അനുഭവം പറയും. സായിരാം. ശ്രീരാം
जय रामचंद्र श्रीरामचंद्र जय रामचंद्र रघुवीर रणधीर रघुकुल राम रघुवीर रणधीर रघुकुल राम श्री रामचंद्र जय रामचंद्र दशरथ नंदन दयाभिराम दशरथ नंदन दयाभिराम दानवभञ्जन दानवभञ्जन कोदण्ड कमनीय राम कमनीय राम रघुवीर रणधीर रघुकुल राम रघुवीर रणधीर रघुकुल राम श्री रामचंद्र जय रामचंद्र रघुवीर रणधीर रघुकुल राम दशरथ नंदन दयाभिराम दानवभञ्जन कोदण्ड कमनीय राम रघुकुल राम रघुकुल राम श्री रामचंद्र जय रामचंद्र സായിരാം സൈറാം സൈറാം സായിരാം. സൈറാം വളരെ നന്നായി നന്നായിട്ട് പാടിട്ടോ. സൈറാം. താങ്ക് യു ഫോർ കമ്മിങ് സൈറാം. പ്രവർത്തിക്കാനൊക്കെ കഴിഞ്ഞു. ഒരു കാലത്ത് മലപ്പുറം ജില്ലയുടെ യൂത്ത് ഇൻചാർജ് ആയിട്ട് വർക്ക് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോ ജില്ലയുടെ ഡോക്ടേഴ്സ് വിഭാഗത്തിന്റെ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആയിട്ട് വർക്ക് ചെയ്യണു. തീർച്ചയായിട്ടും സ്വാമിയുടെ അനുഗ്രഹത്താൽ എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണു. സ്വാമി ഇനി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാമിയുടെ അനുഗ്രഹം എന്നും ഉണ്ടായിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുകയാണ്. സായിരാം. രാധാമണി അനുഭവം പറഞ്ഞോളൂ. സായിരാം. ഓം ശ്രീ സായിരാം. ഇതിന്റെ മുൻപേ ഒരു തവണ ഞാനത് എന്താ പറയുക, ഒരു സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് കയറി അനുഭവം പറയുകയാണ് ചെയ്തിരുന്നത്. സിന്ധു ശ്രീനിവാസ് ചെയ്തിരുന്ന സായി വാണിയുടെ ഒരു ഭാഗത്തോടൊപ്പമാണ് അന്ന് പറഞ്ഞിരുന്നത്. ശരിയാണ്, അന്നത് കഴിഞ്ഞ് നമുക്ക് സ്വാമിയുടെ അനുഭവങ്ങൾ എത്രയധികമാണെന്ന് പറഞ്ഞാൽ ഒരുപാടധികം അല്ലേ, എല്ലാവർക്കും പറഞ്ഞാൽ തീരാത്ത, നമ്മൾക്ക് ഹൃദയത്തിനോട് ചേർത്ത് വെക്കാവുന്ന ഒരുപാട് കാര്യങ്ങളാണ്. അതിലൊരു കാര്യം പറഞ്ഞോട്ടെ. നമുക്കിപ്പോൾ നവരാത്രി വരികയാണ്. ഇതിനു മുൻപേ 2012 ഒരു നവരാത്രി കാലം, അന്ന് മോനിവിടെ എൻട്രൻസ് എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞങ്ങൾ വീട്ടിൽ ഗണേശ ദിവസം, അതായത് ഫസ്റ്റ് ഡേ തന്നെ എല്ലാം അലങ്കരിച്ച് ഒക്കെ ആക്കി ഇങ്ങനെ പൂജാമുറിയിൽ തയ്യാറായിട്ടിരിക്കും. അപ്പോൾ 6 മണിയാകാറാവും, സന്ധ്യയ്ക്ക് 6 മണിയാറാകുമ്പോഴേക്കും അവൻ എത്തുകയുള്ളൂ. ഞാനും അവന് മാത്രമേ ഇവിടെ വീട്ടിലുള്ളൂ. അച്ഛൻ പുറത്ത് ജോലിയിലാണ്. അപ്പോൾ അവൻ വരുന്നത് കണ്ട് എല്ലാം റെഡിയാക്കി മേലൊഴുകി വേഗം വന്ന് നാമം ചെല്ലാനുള്ള തയ്യാറെടുപ്പിൽ ഇങ്ങനെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അവൻ വരുന്നത് കണ്ടു, കുളിമുറിയിലേക്ക് വേഗം പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടി പറഞ്ഞു. വിളക്കൊക്കെ കത്തിച്ച് പുസ്തകം എല്ലാം കയ്യിൽ പിടിച്ചിങ്ങനെ ഗണേശ സഹസ്രനാമം ചൊല്ലാൻ അങ്ങനെ തയ്യാറായിട്ട് ഞാൻ ഇരുന്നു. അവൻ വന്നിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് നാളത്തേക്ക് 100 ക്വസ്റ്റ്യൻസ് ആണ്, 100 പേജ് അത്രയും ആൻസർ എഴുതാനുണ്ട്. അതുകൊണ്ട് ഞാൻ സഹസ്രനാമത്തിന് ഇരിക്കുന്നില്ല, തുടക്കമായിട്ട് 2 ഭജന ചൊല്ലിയിട്ട് ഒന്ന് നമസ്കരിച്ചിട്ട് പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആവട്ടെ, അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. ഗണേശ സഹസ്രനാമം ഞാൻ അവിടെ വെച്ചു. വേഗം ഗണേശ ഇത് ചൊല്ലി വേഗം 2 ഭജനയും ചൊല്ലിയിട്ട് അവൻ പോയി കഴിഞ്ഞു.
അവൻ അവൻ പോയില്ല. ഭജന ചൊല്ലാൻ വേണ്ടിയിട്ട് നമ്മള് ദേവി ഭവാനി മാ എന്ന് ദേവിയുടെ അത് തുടങ്ങല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ദേവി ഭവാനി 2 ദേവി ഭജന ചൊല്ലാന്ന് പറഞ്ഞു. അങ്ങനെ ദേവി ഭവാനി മാ എന്ന ഭജന ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചില്ല. കുറച്ചിങ്ങനെ നേരം അങ്ങനെ അതിന്റെ നടുക്ക് ഭാഗത്തേക്ക് എത്തിയപ്പോൾ ഫോട്ടോയിൽ സ്വാമിയുടെ ഫോട്ടോ മൊത്തം അമൃത് തുള്ളി തുള്ളിയായിട്ട് നമുക്ക് വിയർപ്പ് പൊടിയുന്നത് പോലെ, മേലെ മുഖത്തൊക്കെ വിയർപ്പ് പൊടിയുന്നത് പോലെ അമൃതിന്റെ തുള്ളികൾ. അമൃതാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ നിറച്ച് ഫോട്ടോ മൊത്തം ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് ഓരോ കനമുള്ള തുള്ളികൾ, ഒലിച്ചിറങ്ങുന്ന പോലെയല്ല, കനമുള്ള തുള്ളികൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു. ഓരോ തുള്ളിയും ചേർന്ന് വലിയ വലിയ തുള്ളികളായി താഴേക്ക് ഒഴുകാൻ തുടങ്ങി. ഞങ്ങള് പിന്നെ എന്താ പറയുക, ഭഗവാന്റെ ഒരു ഇതില് ഒരുപാട് ഭജനകൾ, 2-3 ഭജനകൾ അങ്ങനെ ചൊല്ലി. കുറേ സമയം കഴിഞ്ഞപ്പോൾ അതിങ്ങനെ വരുന്നത് നിന്നു. ഇനി എന്താ ചെയ്യേണ്ടത്, ആരോടൊപ്പം ഒന്ന് വിളിച്ച് ചോദിക്കുക, എന്താ ഞങ്ങൾ ചെയ്യേണ്ടത് സ്വാമി? പെട്ടെന്ന് മനസ്സ് തോന്നി നമുക്ക് ആരതി കാണിക്കാം, സ്വാമിയുടെ പ്രസൻസ് ആണ്. ഞങ്ങൾ 2 പേരും വേഗം ആരതി എടുത്ത് ഇങ്ങനെ കഴിഞ്ഞപ്പോൾ അത് നിന്നു. എന്തൊരു സുഗന്ധമായിട്ടുള്ള സുഗന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. രാത്രിയിൽ പൂക്കുന്ന ഒരു വെള്ള പൂക്കളുണ്ടായിരുന്നു ഇവിടെ. ആ പൂക്കളുടെ മണമാണോ അതോ ഈ തെച്ചിയും തുളസിയും ചേർന്നിട്ടുള്ള നമ്മൾ കൈ പിടിച്ചിട്ട് നിന്ന കൈകൾക്ക് ഉണ്ടാകുന്ന ഒരു മണമാണോ, എങ്ങനെ അറിഞ്ഞൂടാ. അങ്ങനത്തെ ഒരു അല്ലാത്ത ചന്ദനവും തുളസിയും തെച്ചിയും കൂടി ചേർന്നിട്ടുണ്ടാവുന്ന ഒരു ഗന്ധം പോലെ നന്നായിട്ട് കുറേ നേരം ഞങ്ങളത് ആസ്വദിച്ച് നിന്ന് പൂജാമുറിയിൽ തന്നെ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോന്നു. അതിൻ്റെ പിറ്റേ ദിവസം ഇതുപോലെ വീണ്ടും ഭജന റെഡിയായി. 9 ദിവസത്തെ ഭജനയാണല്ലോ. അപ്പോൾ 9 ദിവസത്തെ ആ നവരാത്രി പൂജകളൊക്കെ അല്ലേ. അപ്പോൾ പിറ്റേ ദിവസം വൈകുന്നേരം സന്ധ്യയ്ക്ക് ഇതുപോലെ ഞങ്ങൾ ഇരുന്നു. സ്വാമി എന്താണ് ഞങ്ങൾക്ക്, അപ്പോൾ ഈ അമൃതിന്റെ തുള്ളികളൊന്നും പോയിട്ടില്ല. ഇതിനു മുൻപേ ഞങ്ങൾക്ക് ഇതുപോലെ ഒരു യജ്ഞപ്രസാദം സ്വാമിയുടെ അവിടെ പുട്ടപർത്തിയിൽ യജ്ഞം നടന്നിരുന്ന സമയത്ത് ഒരു യജ്ഞപ്രസാദം ഇവിടെ വരികയുണ്ടായി. ഞങ്ങളുടെ വീട്ടില് ഒരു പൊതി, ആ പൊതിയിൽ ഒരു മഞ്ഞ കളറുള്ള പേപ്പറായിരുന്നു. ഒരു നല്ലൊരു ഒരു എന്താ പറയുക, മസ്റ്റാർഡ് മഞ്ഞ പോലത്തെ ഒരു പേപ്പറായിരുന്നു. ആ പേപ്പർ ശംഖ് എങ്ങനെയാണോ വെട്ടി വയ്ക്കുക എന്ന പോലെയാണ് അത് വെട്ടിയിരുന്നത്. ആ പേപ്പർ വെട്ടിയിരുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒരു നുള്ള് യജ്ഞപ്രസാദം, അധികമൊന്നുമില്ല, 2-3 പേർക്ക് എടുക്കാൻ പറ്റാവുന്ന ഒരു യജ്ഞപ്രസാദവുമായിട്ട് ഞങ്ങളുടെ പൂജാമുറിയിൽ ഞങ്ങൾക്കത് വന്നു. അത് ഞങ്ങൾ എടുത്ത് കഴിച്ചു, ഇതൊക്കെ ചെയ്തു. അപ്പം ഞങ്ങൾ എല്ലാവരുടെ അടുത്തും അറിയില്ലായിരുന്നു അങ്ങനെയൊന്നും പറയരുതെന്നും പറഞ്ഞു. പക്ഷേ എല്ലാവരുടെ അടുത്തും വിളിച്ചു പറഞ്ഞു, സ്വാമിയുടെ യജ്ഞപ്രസാദം ഞങ്ങൾക്ക് വന്നു, ഞങ്ങളെ വീട്ടിൽ വന്നു, ഞങ്ങളതിലായി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇത് കേട്ടിട്ടുള്ള സ്വാമിയിൽ എന്താ പറയുക, സ്വാമിയിൽ അത്ര വിശ്വാസമൊന്നുമില്ല. എന്നാലും എന്തെങ്കിലും ഒന്ന് അനുഭവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വരണം എന്ന് ഉദ്ദേശിച്ച് ഞങ്ങളെ റിലേറ്റീവ് ആയിട്ടുള്ള അവർ ഞങ്ങളെ വീട്ടിലെത്തി. ഞാൻ ഇന്ന സ്ഥലത്ത് സ്വാമിയുടെ പാദത്തിന്റെ ചുവട്ടിൽ വെച്ചതാണ് യജ്ഞപ്രസാദം. ഞങ്ങളൊരു ഓരോ നുള്ളു വീതം എടുത്തിട്ട് ആർക്കെങ്കിലും കൊടുക്കാന്നൊക്കെ കരുതി അവിടെ വെച്ചതായിരുന്നു. ഞങ്ങൾ അങ്ങനെ ഒരു കാര്യമേ അവിടെ കണ്ടില്ല. അവർ വന്നിട്ട് നിങ്ങൾക്ക് തോന്നിയതാവും, ഇങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. അവർ പോയി കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ ഇവിടെയുള്ള നമ്മുടെ പഴയ ഡിവോട്ടീസ് ഒക്കെ ഉണ്ട്, അവരുടെ അടുത്ത് മെല്ലെ ചോദിച്ചു, ഞാനിങ്ങനെ ഒരു സംഭവം വീട്ടിലുണ്ടായിരുന്നു, ഇങ്ങനെ പറയുകയും ചെയ്തു, പിന്നെ അത് കണ്ടില്ല. അപ്പം എന്നോട് പറഞ്ഞു, ചില കാര്യങ്ങളൊക്കെ നമുക്ക് സ്വാമി നമുക്കായിട്ട് തരുന്നതാണ്, അത് കൊട്ടിഘോഷിക്കാൻ വേണ്ടിയിട്ടല്ല, അങ്ങനെ പറയരുത്, അത് ശരിയല്ല. പിന്നെ അതിന് ശേഷം അങ്ങനെ ഒരു കാര്യം ശരി അങ്ങനെയൊന്നും പിന്നെ പറഞ്ഞില്ല. പക്ഷെ ഈ അമൃത് വന്നപ്പോൾ 1-ാമത്തെ ദിവസം 2-ാമത്തെ ദിവസം 3-ാമത്തെ ദിവസം ഒക്കെ അമൃത് വന്നിട്ടുണ്ട്. പക്ഷെ ഞാനും മോനും ഇങ്ങനെ ഞങ്ങൾ പരസ്പരം കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ കാണും, സ്വാമി ഈ അമൃതം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നൊക്കെ ആരോടെങ്കിലും പറയാൻ വേണ്ടിയിട്ട്, ഇതാ ഞങ്ങളുടെ വീട്ടിൽ ഇത് ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മനസ്സ് തുളുമ്പുമായിരുന്നു. പക്ഷെ പറഞ്ഞില്ല. ഒരു ദിവസം പറയാതെ 9-ാം ദിവസം സരസ്വതി നമ്മുടെ അന്നത്തെ പൂജ എടുക്കുന്ന ദിവസം സരസ്വതി ശ്ലോകത്തോടു കൂടി നമ്മൾ എടുക്കുമ്പോഴൊക്കെ ഈ തെളിഞ്ഞ അമൃത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് ഇത് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ സമിതിയിലേക്ക് പോയി. രാവിലെ കഴിഞ്ഞ് സമിതിയിലെ ഒരു ഇതുണ്ടല്ലോ, രാവിലെ പൂജ എടുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങളെ സമിതിയിലുള്ള ഏറ്റവും പ്രായമായിട്ടുള്ള രാധ ടീച്ചറും ബാലമാഷും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെടുത്ത് ഇങ്ങനെ സ്വാമിയുടെ മുന്നിൽ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. പറയരുതെന്നുള്ളതുണ്ട്, എങ്കിലും ഇങ്ങനെ ഒരു സംഭവം എല്ലാ പൂജാകാലത്തും ബാലമാഷ്ക്ക്, അതായത് രാധ ടീച്ചറെ വീട്ടിൽ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാവാറുണ്ട്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഇങ്ങനെ എന്തെങ്കിലും അവിടെ ഉണ്ടോ? അപ്പോൾ പറഞ്ഞു, ഇല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഞാൻ എന്താന്ന് പറയുന്നില്ല, ടീച്ചറും മാഷും കൂടി വീട്ടിലേക്ക് ഒന്ന് വരൂ എന്ന് പറഞ്ഞു. ക്ഷണിച്ചു. അങ്ങനെ അവർ വന്നു. എന്താ കാര്യം എന്ന് വെച്ചാൽ, അല്ല ഒന്ന് വരൂ, ഈ കാര്യം പറഞ്ഞില്ല, ഒന്ന് കാണാം, നമുക്കൊന്ന് വരൂ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ടുപോയി. അവർ വന്നു കഴിഞ്ഞിട്ട് പൂജാമുറിയിൽ നല്ല സ്വാമിയുടെ പോലത്തെ ഒരു ഗന്ധം വരുന്ന രാധാമണി എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വരൂ ടീച്ചറെ, അകത്തേക്ക് വരൂ, കാണാം എന്നൊക്കെ പറഞ്ഞ് പൂജാമുറി കൊണ്ടുപോയി.
കണ്ടപ്പോൾ മാഷക്ക് സങ്കടവും സന്തോഷവും ചാടിത്തുള്ളി ഭജന പോലെ എന്ന് പറഞ്ഞിട്ട് അവിടെ നമസ്കരിച്ചു ഒക്കെ ചെയ്തു. എനിക്കിത് കാണുന്നില്ലല്ലോ, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. മാഷ് അറിയാഞ്ഞിട്ടായിരിക്കാം, മാഷ് ഇപ്പം ഇല്ല, നമ്മളോടൊപ്പം ഇപ്പം ഇല്ല, അദ്ദേഹം പോയി. എങ്കിലും ആ ഫോട്ടോ, അവിടെ ഇരുന്നിരുന്ന ഫോട്ടോ അദ്ദേഹം എനിക്ക് നല്ലോണം ഒന്ന് കാണട്ടെ ഞാൻ പറഞ്ഞിട്ട് ആ ഫോട്ടോ എടുത്ത് പുറത്തേക്ക് മുറ്റത്തേക്ക് ഇറക്കി. ഇങ്ങനെ ഭക്തി കൊണ്ട് തന്നെ കേട്ടോ, അങ്ങനെ മതിമറന്നൊരു ഭക്തി കൊണ്ട് മാഷ് ചെയ്തതാണ്. അത് എടുത്ത് പുറത്തേക്ക് പോയപ്പോൾ അങ്ങനെ പുറത്ത് കൊണ്ടുവച്ചിട്ട് മാഷ് നോക്കുകയാണ്. ഇത് അമൃതല്ലാതെ എന്താണെന്നാ പറയാം, ഭഗവാന്റെ അമൃതാണത്, ഭഗവാന്റെ അമൃത് എന്നാണ് വന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മാഷ് കരഞ്ഞുകൊണ്ട് ഈ ഫോട്ടോയും കൈ പിടിച്ചിട്ട് നിൽക്കുക. അപ്പം ആ സമയം കഴിഞ്ഞപ്പോൾ ആ അമൃത് വരുന്നത് ആ ഫോട്ടോ ഇരുന്നിരുന്ന സ്ഥലത്ത് നിന്ന് എടുത്തത് കൊണ്ടാണോ ഒന്നും അറിയില്ല. പിന്നെ പ്രായം അത്രയുള്ള മാഷല്ലേ, നമുക്ക് അങ്ങനെ എടുക്കരുത് എന്നൊക്കെ പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ ആയിക്കോട്ടെ, എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോയി മാഷ് എടുത്തു കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് കൊണ്ടുപോയി നോക്കിയതിന് ശേഷം പിന്നെ അതിൽ അമൃത് വരുന്നത് നിന്നു. ഞങ്ങൾ അത്രയും ദിവസം ഈ 9 ദിവസവും ഇങ്ങനെ സ്വാമിയോടൊപ്പം ഇരുന്നിട്ട് ഈ അമൃതനോടൊപ്പം ഇരുന്നിട്ട് അമൃതമായിട്ടുള്ള ഭഗവാന്റെ എന്തൊക്കെയോ വായിക്കേണ്ടത് അറിഞ്ഞൂടാ. വാണിയാണോ വായിക്കേണ്ടത്, അതോ സഹസ്രനാമം ചൊല്ലുകയാണോ വേണ്ടത്, ഭജന ചൊല്ലുകയാണോ വേണ്ടത്, അർച്ചന ചെയ്യുകയാണോ വേണ്ടത്, ഒരാളോടും പറയാൻ പറ്റണമില്ല. അങ്ങനെ ഒരു ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതും അമൃത് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളത് മറ്റുള്ളവരോടും കൂടി കാണണ്ടേ. ചിലപ്പോൾ ഞാൻ മോനോട് ചോദിക്കും, ഇത് നമ്മൾ മാത്രം അനുഭവിക്കേണ്ട, മറ്റൊരാളും കൂടി കാണണ്ടേ? അങ്ങനെ പറയാതിരുന്നാൽ ഇതൊക്കെ ആരെങ്കിലും അറിയോ? വേണ്ടമ്മേ, പറയണ്ട. നമ്മളോട് ഒരാൾ പറഞ്ഞില്ലേ ഇങ്ങനെ നമ്മളുടെ സ്വാമി വരുന്നതൊന്നും നമ്മൾ അങ്ങനെ പറയണ്ട, അതെല്ലാം ചില കാര്യങ്ങളൊക്കെ അങ്ങനെ രഹസ്യമായിട്ട് പോട്ടെ, ഭഗവാന്റെ അനുഗ്രഹമാണത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും ഞാൻ അന്ന് അങ്ങനെ ആരോടെങ്കിലും പറയണമായിരുന്നോ? ഇപ്പൊ ഈ ഒരു അന്തർശൗചയജ്ഞത്തിൽ കൂടിയിരിക്കുന്ന എല്ലാ ഭഗവാന്റെ ഭക്തരോടും ഞാൻ ചോദിക്കുകയാണ്, ഞാൻ ചെയ്ത് തെറ്റായിരുന്നോ ശരിയായിരുന്നോ? എനിക്കറിഞ്ഞുകൂടാ. ഞാൻ അവരോട് പറയാതെ, ഇന്നതുണ്ടെന്നുള്ളത് പറയാതെ കൂട്ടിക്കൊണ്ടുവന്ന് അവരെ കാണിച്ചതും അവരാ പിന്നെ അതിൽ മതിമറന്ന് ആ ഫോട്ടോ എടുത്തിട്ട് മാഷ് പോയ രംഗമൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ ചെയ്ത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഭഗവാന്റെ അതിയായ കൃപ അനുഭവിച്ചതിൻ്റെ സന്തോഷം ഞാൻ നിങ്ങളിലേക്ക് കൂടി പ്രവഹിക്കുകയാണ്. ഇത് സ്വാമിയുടെ ഉള്ളിലുള്ള ഈ മനസ്സ് ശുദ്ധമാക്കാനുള്ള എല്ലാതും, അതിലൂടെ ഭഗവാന്റെ ഇരിപ്പിടം ഹൃദയം ശരിയാക്കി വെക്കുക എന്നുള്ള ഈ ഒരു പ്രവർത്തനവും അത്യധികം ആനന്ദിച്ചു കൊണ്ട് തന്നെ എല്ലാവർക്കും ജയ് സായിരാം. സായിരാം സായിരാം. ഇല്ല രാധാമണി, സംഭവിക്കുന്നതൊക്കെ ഭഗവാന്റെ ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് അതിലൊരു പാർട്ടുമില്ല, നമുക്ക് അതിന്റെ കർത്തൃത്വം ഏർക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഒന്നും വിഷമിക്കണ്ട, ഒക്കെ നടന്ന പോലെ നടക്കുന്നു, ഭഗവാൻ ഇച്ഛ പോലെ നടന്നു, അത്രേ ഉള്ളൂ. സൈറാം. സായിരാം ആൻറ്റി, സായിരാം. ప్రతి మానవుని యందు కూడాను ఈ విధమైనటువంటి యొక్క కష్టములు, నష్టములు, సుఖములు, దుఃఖములు ఆవిర్భవిస్తున్నాయంటే ఇవన్నీ కూడాను మనసు నుండి ఆవిర్భవించినటువంటివి. Man suffers all problems, worries, anxieties, troubles and obstacles which are more or less ఈనాటి psychological. మానవుడు అనుభవించేటువంటి సుఖ దుఃఖములు, ఆశించేటువంటి యొక్క రాగద్వేషములు, సేవించేటువంటి యొక్క విషయవాసనలు మూడు కూడాను మనసు ద్వారా ఆవిర్భవించినటువంటివి. In fact, mind is the center of origin for the pain and pleasure, attachment, hatred and all the sensual pleasure that man wants to మనస్సు experience. ద్వైత భావములో కూడటం చేతనే ఇవన్నీ కూడాను మనకు కనిపిస్తున్నవి. It is the dual mind that is responsible for all. మనసు ఏకాత్మ భావం పెంచుకున్నప్పుడే ఇందులో ఏమాత్రం కూడాను విపరీతమైనటువంటి భావాలు కలగవు. When once the mind is non-dual, there will be no perversions or aberrations. కనుక ప్రతి మానవుడు కూడాను సుఖాన్ని దుఃఖాన్ని ఆశిస్తున్నాడంటే దుఃఖం వల్ల మనకు కలిగేటువంటి నష్టము కంటే ఆదాయమే ఎక్కువగా ఉన్నది. In fact, if we investigate clearly the twin experiences of pain and pleasure, in fact we derive ప్రాచీన more benefit పురుషులు, out of pain. ప్రాచీన చరిత్రాత్మకులు ఈ దుఃఖమునే ఆశించాలని సుఖాన్ని ఆశించలేదు. In earlier days, people invited pain. సుఖము నుండి లభించేటువంటి యొక్క ఆనందం కంటే దుఃఖము నుంచి వచ్చేటువంటి యొక్క ఆనందమే శాశ్వతమైన ఆనందము. The bliss that you attain towards the culmination of sadness
is permanent when compared to that of happiness. మనం దుఃఖాన్ని ఏమాత్రము విమర్శించరాదు. We should not criticize misery. ఆనందాన్ని మనం స్వాగతం చేయరాదు. We cannot merely invite happiness. సుఖము కంటే ఆనందమే మనకు అమితమైనటువంటి మిత్రుడు. And in fact, bliss is of more advantage than happiness. కనుక ఇటు దుఃఖమైనటువంటి పరమ మిత్రుణ్ణి మనము నిరంతరం కూడా ఆశిస్తూ ఉండాలి. We should always invite the troubles now and then. మహాభారతం నందు కుంతీదేవి వచ్చి కృష్ణుని పాదముల పైన పడినప్పుడు అమ్మా నీకేం కావాలి అని ప్రశ్నించాడు. In that great epic Mahabharata, when Kunti fell at the feet of Krishna, Krishna asked her, what is it that you want? కృష్ణ నాకు నిరంతరము దుఃఖముని అనుగ్రహించు అనింది. Krishna, please bless me with all the troubles and problems in this life. ఈ దుఃఖ సమయం నందే నిన్ను అమితంగా ప్రేమించాను, అమితంగా ఆరాధించాను, అమితంగా పూజించాను. It's only in times of difficulties I loved you more and more. I worshipped you, I extolled you, I adored you. దుఃఖము లేని సమయం లోపలను పాండురాణిగా ఉండినంత వరకు నిన్ను ఏమాత్రము నేను స్మరించలేదు. In times of happiness, away from misery, I never thought of you. ఏనాడు నా కుమారుడు అరణ్యవాసం చేసి కన్న కష్టములకు గురి అయినారో ఆనాటి నుండి నీ చింతను నేను అభివృద్ధి గావించుకుంటూ వచ్చాను. That day my son started spending time in the forest, I started worshipping you more and more. కనుక కృష్ణ నాకు దుఃఖంని అనుగ్రహించమని ప్రార్థించింది. So Lord Krishna, please bless me with all the difficulties. ഓം ശ്രീ സായിരാം. ആക്ച്വലി രാധാമണി ചോദിച്ച ക്വസ്റ്റ്യന് ഉത്തരം പറയാണ്. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് സമയം ഒരു വലിയ ഫാക്ടറാണ്. ഏത് കാര്യത്തിനും സമയമാവാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ പങ്കെടുക്കുന്ന 10, 40, 50 പേരുണ്ട്. എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ എത്ര അനുഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്കിതുവരെ അറിയില്ലായിരുന്നു. ഇപ്പോ കുറെ പേരുടെ കുറെ അനുഭവങ്ങളെങ്കിലും പങ്കുവെക്കാൻ ഉള്ള സമയം ആയി എന്ന് ഭഗവാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു അന്തർശൗചയജ്ഞം എന്നൊന്ന് തുടങ്ങാൻ തോന്നിയതും അത് സതീഷ് മാഷർക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ തോന്നുന്നതും എല്ലാം ഭഗവാന്റെ കയ്യിലാണ്. എല്ലാം ഭഗവാന്റെ പദ്ധതിയാണ്. സമയമാകുമ്പോൾ നമ്മളെ കൊണ്ട് ഭഗവാൻ ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ചെയ്യാതിരുന്നതിനെ പറ്റി വിഷമിക്കുകയോ ചെയ്യുന്നതിനെ പറ്റി അഭിമാനിക്കുകയോ ഒന്നും ചെയ്യേണ്ടതില്ല. സമയമാകുമ്പം ഭഗവാൻ ഓരോരുത്തരുടെക്കും നമുക്ക് എല്ലാവർക്കും ഇവിടെ ഓരോ അനുഭവങ്ങൾ കേൾക്കുമ്പം ഓരോരുത്തരുടെ അനുഭവം കേൾക്കുമ്പം അത്ഭുത സ്തബ്ധരാവൂലേ നമ്മള്. ഇപ്പോഴാണ് അതിന് സമയമായിട്ടുള്ളത്. ഇപ്പോഴത് പറഞ്ഞാലേ ആൾക്കാർ സ്വീകരിക്കുള്ളൂ. അതുകൊണ്ടാണ് ഭഗവാൻ ഇത്ര കാലം നമ്മളെ കൊണ്ടത് പറയിപ്പിക്കാതിരുന്നത്. ഇപ്പൊ പറയിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അതിനനുസരിച്ചാണ് എപ്പോഴും പോകുന്നത്. കാരണം സ്വാമി പറഞ്ഞിട്ടുണ്ട്, കർത്തൃത്വം ഏറ്റെടുക്കരുത്, എല്ലാത്തിൻ്റെയും കർത്താവ് ഞാനാണ്. കർത്തൃത്വവും ഭോക്തൃത്വവും നിങ്ങൾ ഏറ്റെടുക്കണ്ട. അതായത് അത് ചെയ്യുന്നത് ഞാനാണ്, അനുഭവിക്കുന്നത് ഞാനാണ് എന്ന ഭാവം നിങ്ങൾക്ക് വേണ്ട. രണ്ടും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് എന്നാണ് ഭഗവാൻ നമ്മളോട് പറയുന്നത്. ജയ് സായിരാം. സായി ഉപമ. പ്രകൃതി പുരാതനമാണ്, വളരെ പ്രാചീനമായ ഉണ്മയാണത്. ജീവിയും പുരാതനനാണ്, നിരവധി ജനന മരണങ്ങളിലൂടെ കടന്നു പോയവനാണ് ജീവി. ഇപ്പോൾ ഒരു പുതിയ വസ്ത്രം അണിഞ്ഞുകൊണ്ട് പ്രവേശിച്ചിരിക്കുന്നതിനാൽ നൂതനനാണ്. ഒരു പുണ്യസ്ഥലത്ത് തീർത്ഥാടനം ചെയ്യുവാൻ വന്നിരിക്കുന്ന ഈ ജീവാത്മാവിന് പ്രധാനപ്പെട്ട പുണ്യസ്ഥലങ്ങൾ കാട്ടിക്കൊണ്ട് വഴികാട്ടിയാവാൻ ആവശ്യമുണ്ട്. ആ വഴികാട്ടിയായിരിക്കുന്നത് ഈശ്വരൻ തന്നെയാണ്. മാർഗദർശന ഗ്രന്ഥങ്ങളാണ് വേദങ്ങൾ, ഉപനിഷത്തുകൾ, ആത്മീയ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ എന്നിവ. ഈശ്വരന്റെ മഹിമയെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഈശ്വരനാമം ജപിക്കുക എന്നതാണ് എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളുടെയും സാരം. ഈ ലോകം മനസ്സിന്റെ സൃഷ്ടിയായ ഒരു മരീചിക ആണെന്ന് ദൃഢമായി വിശ്വസിക്കുന്ന ഒരാൾ മാത്രമാണ് സ്വാമി എന്ന പേരിന് അർഹൻ. മറ്റുള്ളവരെല്ലാം സ്വാമി എന്ന പേരുകൂടി തൻ്റെ പേരിനോട് കൂടി ചേർത്ത് രാമസ്വാമിമാരും കൃഷ്ണസ്വാമിമാരുമായി ഈ ലോകത്ത് നാം കാണുന്നു. അവരാരും യഥാർത്ഥ സ്വാമിമാരല്ല. കാരണം അവർക്ക് ഈ ലോകം മനസ്സിന്റെ ഒരു മരീചികയാണെന്നുള്ള വിശ്വാസമില്ല. അത് തന്നെയാണ് ഭഗവാൻ നമ്മളോട് പറയുന്നത്. ജയ് സായിരാം.
സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും സായിരാം.